ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള സെലക്ഷനും എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കാണാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടേക്കിംഗ് ഇവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് വേക്കൻസി അല്ല കേട്ടോ, ഫിക്സ്ഡ് ടേം ആണ്. അത് ഫിക്സ്ഡ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനീഷ്യലി വിളിച്ചിരിക്കുന്നത് 3 വർഷത്തേക്കാണ് നിയമനം. ആ 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മുടെ പെർഫോമൻസിനും അതുപോലെ കമ്പനിയുടെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് 1+1 എന്നുള്ള രീതിയിൽ 5 വർഷം വരെ അത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അടുത്ത റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ വരുന്ന സമയത്ത് അതിൽ വീണ്ടും വിളിക്കും. അപ്പോൾ വീണ്ടും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ വെയിറ്റേജ് ഒക്കെ കിട്ടും, പ്രിഫറൻസ് കിട്ടും. വീണ്ടും നിങ്ങൾക്ക് അവിടെ തുടർന്ന് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് പോലെയൊക്കെ തന്നെ പോകാവുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇത് വിട്ട് കളയേണ്ട, മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 മുതൽ നിങ്ങൾക്ക് ഒക്ടോബർ 1 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ നോൺ എക്സിക്യൂട്ടീവ് സ്കിൽഡ് 1, അതിൻ്റെ സ്കെയിലൂടെ ID 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിട്ടും നിങ്ങൾക്കൂടെ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതിൽ AC റെഫ്രിജറേഷൻ മെക്കാനിക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടോട്ടൽ 2 വേക്കൻസി വന്നിട്ടുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം കറണ്ട് വേക്കൻസിയും ബാക്ക്ലോഗ് വേക്കൻസിയും കാണാം. ഈ കറണ്ട് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം ലൈവ് ആയിട്ടുള്ള നമുക്ക് ഈ ഒരു വർഷം ഈ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള വേക്കൻസിയാണ്. ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയുന്നത് മുൻപത്തെ വർഷങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അതിൽ ഫില്ലാവാത്ത റിസർവ്ഡ് വേക്കൻസികൾ ഉണ്ടാവും, അതാണ് ബാക്ക്ലോഗ് വേക്കൻസി. അപ്പോൾ ഒരു വേക്കൻസി ജനറലാണ് വന്നിരിക്കുന്നത്, അത് കറണ്ട് വേക്കൻസിയിലും ഒന്ന് OBCക്കാണ്, അത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. OBC റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ NCL കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേത് ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത ചിപ്പർ ഗ്രൈൻഡർ ആണ്. ഇതിൽ നമുക്ക് 15 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ 11 വേക്കൻസി ജനറൽ തന്നെയാണ്, പിന്നെ SCക്ക് 1, പിന്നെ OBCക്ക് 2, EWSന് 1, ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ ബാക്ക്ലോഗ് വേക്കൻസി ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ST അതുപോലെ ST കാൻഡിഡേറ്റ്സിന് ഇതിൽ വേക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് എന്ത് ചെയ്യും 11 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അറിയാത്തവരുണ്ടെങ്കിലാണ് ഇപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഇല്ലാച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ജനറൽ വേക്കൻസിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കംപ്രസർ അറ്റൻഡൻ്റ് ആണ്. ഇതിൽ നമുക്ക് കറണ്ട് വേക്കൻസീസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആകെയുള്ള വേക്കൻസി STക്ക് 2 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. അപ്പോൾ ഈ ST OBC കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 4 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഡീസൽ കം മോട്ടോർ മെക്കാനിക് ആണ്. ഇതിൽ 5 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഈ 5 വേക്കൻസിയിൽ 3 വേക്കൻസിയും നമുക്ക് ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി OBCക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഡ്രൈവർ ആണ്. ഡ്രൈവർ എന്ന് പറയുന്നത് തസ്തിയിലേക്ക് നിങ്ങൾക്ക് 2 വേക്കൻസി ജനറൽ വന്നിട്ടുണ്ട്, പിന്നെ 1 വേക്കൻസി OBCക്ക് ബാക്ക്ലോഗ് വേക്കൻസിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 3 വേക്കൻസിയാണ് ടോട്ടൽ ജനറൽ, ആയതുകൊണ്ട് ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്ററിൽ നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 3 വേക്കൻസിയാണ്. 1 വേക്കൻസി OBC, 1 വേക്കൻസി ജനറൽ, പിന്നെ 1 വേക്കൻസി ബാക്ക്ലോഗ് വേക്കൻസിയിലുള്ള OBCക്കാണ് കേട്ടോ. അപ്പോൾ OBCക്ക് 2 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന OBC ബാക്ക്ലോഗും കറണ്ടും ആയിട്ട് 2 ആയിട്ട് വേക്കൻസി ഉണ്ട്. പിന്നെ 1 ജനറലാണ്, ജനറൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യൻ നമുക്ക് 6 വേക്കൻസി ജനറൽ വന്നിട്ടുണ്ട്. അതിൽ SC OBCക്ക് എല്ലാവർക്കും വേക്കൻസികളുണ്ട്. അങ്ങനെ ടോട്ടൽ 15 ആണ്. പിന്നെ ബാക്ക്ലോഗ് വേക്കൻസിയിലും വേക്കൻസി ഉണ്ട് കേട്ടോ ഇലക്ട്രീഷ്യനിൽ. ഇതിനടുത്ത് ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. ഇതിൽ നമുക്ക് 1 വേക്കൻസിയാണ് ജനറൽ, പിന്നെ 1 വേക്കൻസി OBCക്ക്, പിന്നെ 1 വേക്കൻസി EWSന്, പിന്നെ 1 വേക്കൻസി SCക്ക്. അങ്ങനെ 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫിറ്ററാണ്. ഫിറ്ററിൽ നമുക്ക് ടോട്ടൽ 18 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിക്കും റിസർവ് വേക്കൻസി ഉണ്ട്. പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്. ഇതിൽ നമുക്ക് ജനറലിന് 1 വേക്കൻസിയാണ്, ജനറൽ കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC ഓക്കെ, റിസർവ് വേക്കൻസി അല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്. ഇതിൽ 4 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ 3 ജനറലാണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ 1 STക്ക് വന്നിന്. പിന്നെ അടുത്ത ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറാണ് മെക്കാനിക്കൽ. ഇതിൽ 12 വേക്കൻസി ഉണ്ട്. ഇതിൽ അത്യാവശ്യം റിസർവ് വേക്കൻസി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ് 7 വേക്കൻസി ഉണ്ട്. ഞാൻ ഈ ടോട്ടൽ വേക്കൻസി മാത്രമേ പറയുന്നത്, ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കാം കേട്ടോ, കൺഫ്യൂഷൻ്റെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ജനറൽ വേക്കൻസി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കമ്മ്യൂണിറ്റിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജൂനിയർ പ്ലാനർ എസ്റ്റിമേറ്ററാണ്. സിവിൽ 1 വേക്കൻസിയാണ്, ജനറൽ ഉണ്ട് അത്. പിന്നെ മിൽറൈറ്റ് മെക്കാനിക്ക് 5 വേക്കൻസിയാണ്, ഇതിലും ജനറൽ വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്ററിൽ 1 വേക്കൻസി. ഓക്കെ, പെയിൻറ്ററിൽ ഇത് റിസർവ് വേക്കൻസി ആട്ടോ, അത് നമുക്ക് ഈ ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പൈപ്പ് ഫിറ്ററിൽ 10 വേക്കൻസി ഉണ്ട്.
അതിൽ 4 വേക്കൻസിയും ജനറൽ വന്നിട്ടുണ്ട്. പിന്നെ റിഗറിൽ 10 വേക്കൻസി ഉണ്ട്. അതിൽ ഈ 10 വേക്കൻസി എസ് ടിക്ക് റിസർവ്ഡ് വേക്കൻസി കേട്ടോ. ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. കഴിഞ്ഞ വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൽ ഫില്ലാത്ത വേക്കൻസിയാണ്, മീൻസ് മുൻപത്തെ കേട്ടോ ഉദ്ദേശിക്കുന്നത്. 10 വേക്കൻസി ഉണ്ട് ഇതിൽ എസ് ടി കാൻഡിഡേറ്റ്സിന്. ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റോർ കീപ്പറിൽ 6 വേക്കൻസിയാണ്, അതിൽ ജനറൽ 4 വേക്കൻസി വരുന്നുണ്ട്. സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററിൽ 2 വേക്കൻസിയാണ്, അതിൽ ജനറൽ 1 വേക്കൻസി ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ദെൻ സെമി സ്കിൽഡ് ആണ് അടുത്ത് വരുന്നത്. ID നിങ്ങൾക്ക് കൂടെ കാണാം, സെക്കൻഡാണ് ഇതിൻ്റെ വരുന്നത്. ഫയർ ഫൈറ്റർ ഇതിലേക്ക് 26 വേക്കൻസി ഉണ്ട് കേട്ടോ ഫയർ ഫൈറ്ററിൽ. ഓക്കെ, അതിൽ 6 വേക്കൻസി ജനറൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെയിൽ മേക്കർ ആണ്, ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്, 1 വേക്കൻസി ജനറൽ വരുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി സിപ്പോയി ആണ്, ഇതിൽ നിങ്ങൾക്ക് 4 വേക്കൻസി വന്നിട്ടുണ്ട്, 3 വേക്കൻസി ജനറൽ വന്നിട്ടുണ്ട്. ദെൻ യൂട്ടിലിറ്റി ഹാൻഡ് ഇതിൽ നിങ്ങൾക്ക് 1 വേക്കൻസി ജനറൽ ഉണ്ട്, പിന്നെ 14 വേക്കൻസിയാണ്. 6 വേക്കൻസി ഈ പറയുന്ന OBC NCL കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ 4 വേക്കൻസി ഈ പറയുന്ന SC കാൻഡിഡേറ്റ്സിനും റിസർവ്ഡ് ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ബാക്ക്ലോഗിൽ വരുന്നതാണ്, അല്ലാതെ തന്നെ OBC SC/STൻ്റെ റിസർവേഷൻ ഇവിടെ ഉണ്ട് ഓരോന്നായിട്ട്. ഇനി മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 1 വേക്കൻസിയാണ്, അത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്കാണ്, OBC NCLനാണ് വേക്കൻസി ഉള്ളത്. അങ്ങനെ ആകെ മൊത്തം 176 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്, നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. ഇതിൽ AC റെഫ്രിജറേഷൻ ആൻഡ് മെക്കാനിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് NAC, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള നിങ്ങൾക്കിവിടെ കാണാം വിവിധ ട്രേഡുകളുണ്ട്. ഓക്കെ, R&AC ഉണ്ട്, അതുപോലെ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഉണ്ട്, മെക്കാനിക്കിൽ തന്നെ സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൂളിംഗ് ആൻഡ് പാക്കേജ് എയർ കണ്ടീഷനിങ്, ഇനി അതുപോലെ തന്നെ മെക്കാനിക്കിൽ തന്നെ കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റ് ആൻഡ് ഐസ് കാൻഡി പ്ലാന്റ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് NAC ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ NAC വേണം, NAC ഇല്ലാതെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. NAC എന്ന് പറഞ്ഞാൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ കേട്ടോ. ITI മാത്രം വെച്ച് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ ചിപ്പർ ഗ്രൈൻഡർ ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന NAC ഉള്ളവർക്ക് എന്നാണ്, അതായത് ഏതെങ്കിലും ഒരു ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചിപ്പർ ഗ്രൈൻഡറിലുള്ള ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിലോ ഉള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും പാടെ വേണം കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിലുള്ള അപ്രന്റീസ്ഷിപ്പ് പ്ലസ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ചിപ്പർ ഗ്രൈൻഡർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും പോരാ, ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന MDL നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഒന്നെങ്കിൽ MDL എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ അവരുടേത്, അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, പിന്നെ ഇന്ത്യയുടെ നേവിയുടെ നേവൽ ഷിപ്പ് യാർഡ്, അങ്ങനെയൊക്കെ എവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് കംപ്രസറാണ് അറ്റൻഡൻറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് NAC എന്നാണ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന മിൽറൈറ്റ് മെക്കാനിക്കിലോ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസിലോ ഉള്ള ആ ഒരു എന്തുണ്ടായിരിക്കണം, ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പറയുന്ന കംപ്രസർ അറ്റൻഡൻ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന MDL നിന്നോ നമുക്ക് എന്താണ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇതിന് അടുത്തത് ഡീസൽ കം മോട്ടോർ മെക്കാനിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് NAC എന്നാണ്. ഡീസൽ മെക്കാനിക്കിലോ അല്ലെങ്കിൽ മെക്കാനിക് മറൈൻ ഡീസലിലോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിലുള്ള NAC ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്രന്റീസ്ഷിപ്പിൻ്റെ ബെനിഫിറ്റൊക്കെ നമ്മൾ അപ്രന്റീസ്ഷിപ്പിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതൊന്ന് ഉൾക്കൊള്ള കാര്യങ്ങൾ, അപ്രന്റീസ്ഷിപ്പ് ചെയ്യാത്തവരുണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കട്ടോ. ഇത്തരം റിക്രൂട്ട്മെൻറ്റൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ NAC ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ഡ്രൈവർ കം ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് എടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന SSLC പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ ഇന്ത്യൻ ആർമിയുടെ ക്ലാസ് 1 എക്സാമിനേഷൻ പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 15 ഇയേഴ്സ് സർവീസ് ഒക്കെ ഉള്ളവരായിരിക്കണം എന്നുള്ള കണ്ടീഷനൊക്കെയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതും വേണം കേട്ടോ, ഈ പറയുന്ന ലൈറ്റ് ആൻഡ് ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസും പാടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് SSLCയും ഈ പറയുന്ന ജസ്റ്റ് എന്താണ് ലൈസൻസും വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല SSLC പ്ലസ് എന്താണ് ഡ്രൈവർ കം ഫിറ്റർ പ്ലസ് അതിൻ്റെ കൂടെ ഈ പറയുന്ന ലൈസൻസും പാടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇലക്ട്രിക് ക്രെയിൻ ആണ്. ഇലക്ട്രിക് ക്രെയിനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് NAC എന്നാണ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് മിനിമം ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന MDLോ ഉള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് 1 വർഷത്തെ മിനിമം വേണമെന്നുള്ളതാണ്.
ഇതിനടുത്തത് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രീഷ്യനിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്രന്റീസ്ഷിപ്പ് ചെയ്തതായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ, നിർബന്ധമാണ്. ഇതിനടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് റേഡിയോ റഡാർ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ മെക്കാനിക് ടെലിവിഷൻ അല്ലെങ്കിൽ മെക്കാനിക് ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെക്കാനിക് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ഓർ മെക്കാനിക് റേഡിയോ ആൻഡ് TV ആൻഡ് വെപ്പൺ ആൻഡ് റഡാർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഷിപ്പ് ബിൽഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം. വെറും NSC മാത്രം പോരാ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫിറ്റർ ആണ് അടുത്തത്. ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫിറ്റർ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയർ ഫിറ്റർ അല്ലെങ്കിൽ ഷിപ്പ് റൈറ്റ് സ്റ്റീൽ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ NIC ഉണ്ടായിരിക്കുക, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ട്രേഡിൽ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന MDL ഈ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഫിറ്ററിലുള്ള ആ ഒരു വർഷത്തെ മിനിമം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം ഈ പറയുന്ന ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വർഷത്തെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്. ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ആയിരിക്കണം പ്രധാന സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കേണ്ടത്. അതുപോലെ ഗ്രാജുവേഷൻ ലെവൽ ഇംഗ്ലീഷ് പ്രധാന സബ്ജക്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതൊരു കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതിൽ എക്സ്പീരിയൻസും വേണം കേട്ടോ. അത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന PG ഇംഗ്ലീഷിൽ PG നിങ്ങൾ ചെയ്തിരിക്കുക. എന്നാൽ ഈ ഗ്രാജുവേഷൻ ലെവലിൽ ഹിന്ദി ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് അങ്ങനെ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഹിന്ദി മീഡിയം എന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക. ഹിന്ദി മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മീഡിയം ഓഫ് എക്സാമിനേഷനും നമ്മുടെ മീഡിയം ഓഫ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഹിന്ദി മീഡിയത്തിലൂടെ നമ്മൾ പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും PG ചെയ്താൽ മതി, ഏത് സബ്ജക്റ്റ് ചെയ്തവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മീഡിയം ഹിന്ദി ആയാൽ മതി എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ ഡിഗ്രി ലെവലൊരു മെയിൻ സബ്ജക്റ്റൊക്കെ അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡിഗ്രിയും PGയും രണ്ടും എന്താണ് ഒരേപോലെ ഈ പറയുന്ന രീതിയിലുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്ക്, ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ. ഇനി അടുത്ത് ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഡ്രാഫ്റ്റ്മാനുള്ള ആ ഒരു മെക്കാനിക്കലാണ് സ്ട്രീം വരുന്നത്. ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസോ കാര്യം വേണ്ട. ഇതിനടുത്ത് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ടൈം 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് പറയുന്നത് കേട്ടോ. ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് BA or BTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, പോളിടെക്നിക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനാണ് മെക്കാനിക്കലിൽ തന്നെ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് അലൈഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഫുൾ ടൈം ഡിഗ്രിയോ കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരുദമോ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് ജൂനിയർ നിങ്ങൾക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അലൈഡ് ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ ലിസ്റ്റ് ഇവർ തന്നിട്ടുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അത് കണ്ടിട്ട്. ഇതിനടുത്ത് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ ബിരുദമോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സിലേക്കാണെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ അലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ പറഞ്ഞിരിക്കുക ഏതെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ ഈ പറയുന്ന വിവിധ ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി മറൈൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ അത് വെച്ചും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട. അടുത്ത ജൂനിയർ പ്ലാനർ ആണ്, പ്ലാനർ എസ്റ്റിമേറ്റർ സിവിലാണ്.
ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സിവിലിൽ എന്താണ് ഈ പറയുന്ന 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബിരുദമോ ഉണ്ടെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ബി ഓർ ബി ടെക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം സിവിലിൽ കേട്ടോ. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അടുത്ത മിൽറൈറ്റ് മെക്കാനിക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഈ പറഞ്ഞിരിക്കുന്ന മിൽറൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ മെയിൻ്റനൻസിലോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ 2 ട്രേഡാണ്, 2 ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ NIC ഉണ്ടായിരിക്കണം, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഞാൻ അടുത്ത പെയിൻറ്ററാണ്. പെയിൻറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് NIC എന്നാണ്. ഈ പറയുന്ന പെയിൻറ്ററിലോ അല്ലെങ്കിൽ മറൈൻ പെയിൻറ്ററിലോ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം, 1 വർഷത്തെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൂടെ വേണം കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പെയിൻറ്ററിലേക്ക്. ഇതിനടുത്ത് പൈപ്പ് ഫിറ്ററാണ്. പൈപ്പ് ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന പൈപ്പ് ഫിറ്ററിലോ അല്ലെങ്കിൽ പ്ലംബറിലോ അല്ലെങ്കിൽ ഫിറ്ററിലോ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയർ ഫിറ്ററിലോ അല്ലെങ്കിൽ ഷിപ്പ്രൈറ്റ് സ്റ്റീലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1 വർഷത്തെ എന്താണ് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസുമാണ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് റിഗ്ഗറാണ്. റിഗ്ഗറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ റിഗ്ഗറിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. റിഗ്ഗറിൻ്റെ ആ ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്നതാണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന റിഗ്ഗറിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുകയും അതായത് ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ എന്ത് ചെയ്യും പരിഗണിക്കുന്നതാണ്. ഓക്കെ, അവരെ ട്രെയിനി റിഗ്ഗറായിട്ടാണ് പരിഗണിക്കുന്നത് കേട്ടോ. അപ്പം ഈ പറയുന്ന MDLന് ഈ പറയുന്ന റിഗ്ഗർ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഫിറ്ററിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിനി റിഗ്ഗറായിട്ടാണ് ഇതിലേക്ക് കണക്കാക്കുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് ഈ പറയുന്ന ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അത് സെറ്റാക്കുക കേട്ടോ അവർ. അടുത്ത സ്റ്റോർ കീപ്പറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ ആണ്, ഡിഗ്രി എഞ്ചിനീയറിംഗ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതും അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ്, ഇലക്ട്രിക്കലിൽ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, പിന്നെ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ മറൈൻ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിഗ്രിയോ അതായത് ബി ഓർ ബി ടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ NIC ആണ്. സ്ട്രക്ചറൽ ഫിറ്ററിലോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററിലോ നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും ട്രേഡിലുള്ള എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്ലസ് അതിൻ്റെ കൂടെ എന്താണ് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലുള്ള എന്താണ് സ്ട്രക്ചറൽ ഫിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ MDLലുള്ള സ്ട്രക്ചറൽ ഫിറ്റർ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് 1 വർഷത്തെ ഉണ്ടായിരിക്കുന്നതാണ്. 1 ഇയർ ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് നിർബന്ധമാണ്. ഇതിനടുത്ത് 29ാമത് ഫയർ ഫൈറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പിന്നെ ഫയർ ഫൈറ്റിങ്ങിലുള്ള 6 മാസത്തിലുള്ള മിനിമം 6 മാസം ഡ്യൂറേഷനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിരിക്കുന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഫയർ ഫൈറ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വെച്ചാൽ 10ാം ക്ലാസ് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർ ഫൈറ്റിങ്ങിലുള്ള മിനിമം 6 മാസം ഡ്യൂറേഷനുള്ള എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ എന്തുമാണ് വേണം, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസും വേണമെന്നുള്ളതാണ്. ഇതിനടുത്ത് സെയിൽ മേക്കറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ IT ഒന്നെങ്കിൽ IT മതി അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് മതി. ഈ പറഞ്ഞിരിക്കുന്ന കട്ടിംഗ് ആൻഡ് ടൈലറിങ്, അതുപോലെ നിങ്ങൾക്ക് കട്ടിംഗ് ആൻഡ് സ്വിങ്, അതുപോലെ തന്നെ ഡ്രസ് മേക്കിംഗ്, അതുപോലെ തന്നെ സ്വിങ് ടെക്നോളജി അല്ലെങ്കിൽ ടൈലർ, ജനറൽ മാൻ ഓർ വിമൻ ഏതായാലും ഓക്കെ. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടൈലറുമായി ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ IT കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിലും അപ്ലൈ ചെയ്യാതെ വെച്ചിട്ട് കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് സെക്യൂരിറ്റി സിപ്പോയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ആർമിയുടെ ഫസ്റ്റ് ക്ലാസ് എക്സാമിനേഷൻ പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ മുൻഗണനയൊക്കെ ഈ പറയുന്ന സെക്യൂരിറ്റി ഡ്യൂട്ടിയിലൊക്കെ നല്ല ഇതുള്ളതും കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതിൽ കുറച്ച് മുൻഗണന ഉണ്ടാവും. പക്ഷേ 10ാം ക്ലാസ് പാസ്സായിരിക്കും സെക്യൂരിറ്റി സിപ്പോയിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ യൂട്ടിലിറ്റി ഹാൻഡിലേക്കാണ് അടുത്തത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ MDL നിന്നോ ഈ പറയുന്ന യൂട്ടിലിറ്റി ഹാൻഡ് ആയിട്ടുള്ള ആ ഒരു ട്രേഡിൽ ഒരു വർഷത്തെ മിനിമം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇതിനടുത്തത് മാസ്റ്റേഴ്സ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വേണം ഫസ്റ്റ് ക്ലാസ് മാസ്റ്ററായിട്ട്.
പിന്നെ അതോടൊപ്പം തന്നെ സ്വിമ്മിങ്ങിലുള്ള നോളജ് ഉണ്ടായിരിക്കണം, 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 565 bhp പവറൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പറഞ്ഞല്ലോ വിവിധ ഡിസിപ്ലിനിൽ വാക്കൻസി ഉണ്ട്. അപ്പോൾ ആ ഡിസിപ്ലിനിൽ ഏതൊക്കെ ഡിസിപ്ലിനിൽ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കലിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, കമ്പ്യൂട്ടർ IT-ലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, സിവിൽ ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് വെച്ചിട്ടുള്ള ആ ഒരു എലിജിബിലിറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ വിവിധ ട്രേഡ് വിളിച്ചിട്ടുണ്ട് പോസ്റ്റ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഏതിലൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, എക്സ്ട്രാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കട്ടോ, അതിൽ ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. നേരത്തെ മുകളിൽ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ നോക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് ഒക്കെ കിട്ടും കേട്ടോ, മാർക്കൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ മന്ത്ലി സാലറി വരുന്നത് ഈ ഒരു പേ സ്കെയിലാണ് കേട്ടോ വരുന്നത്. IDA നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഓരോന്നിനും പേ സ്കെയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് പേ സ്കെയിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു അറൗണ്ട് ഒരു 10,000, 30,000, 40,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ലഭിക്കാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 38 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 1 സെപ്റ്റംബർ 2024 കണക്കാക്കി 38 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഏജിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഇതാ ഈസി ടൂൾ ഉണ്ട്. നമ്മുടെ സൈറ്റ് GOC ഗൂഗിൾ ചെയ്താൽ മതി. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇത് അവിടെ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ 1 സെപ്റ്റംബർ 2024 ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ഏജ് കൊടുത്താൽ കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ അവർക്ക് OBC NC ആണെങ്കിൽ അവർക്ക് 41 വയസ്സിൽ അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 43 വയസ്സിലേയും അപ്ലൈ ചെയ്യാം കേട്ടോ. മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും ഈ പറയുന്ന ഏജ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 38 ആണ്, മിനിമം ഏജ് 18 ആണ്. ഇപ്പോൾ റിസർവ്ഡ് വേക്കൻസിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ, 10 മുതൽ 15 വർഷം വരെ. പിന്നെ നിങ്ങൾ കണ്ടോ അഗ്നിവീറിൻ്റെ ഒക്കെ ഏജ് റിലാക്സേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങി. അതുപോലെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഗ്നിപത് സ്കീമിലൂടെയൊക്കെ നിങ്ങൾക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ കയറിക്കോളൂ. അപ്പം കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇത്തരം പോസ്റ്റിലേക്ക് നമുക്ക് ഗവൺമെൻറ് സെക്ടറിലേക്കൊക്കെ കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാച്ച് കഴിയുന്നവർക്ക് 3 വർഷത്തെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 വർഷം എനിക്ക് തോന്നുന്നു കൊറോണൻ്റെ റിലാക്സേഷനൊക്കെ ഉൾപ്പെട്ടിട്ടായിരിക്കും തോന്നിട്ടത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് ആണ്. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താലാണ് സ്കിൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക. അപ്പം ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകളുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് നമ്മൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്ക് 100 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റേത് ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റിന് 60 മാർക്കിന് എന്തുണ്ടായിരിക്കും എന്ന് വെച്ചാൽ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി 40 മാർക്ക് വരുന്നത് എക്സ്പീരിയൻസിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ടെസ്റ്റ് ഇല്ലാത്ത പറയുന്ന സെലക്ഷനും ഉണ്ട് ചില പോസ്റ്റിന്. അതിന് 40 മാർക്കും ഈ പറയുന്ന എക്സ്പീരിയൻസിനാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ട്രേഡ് സ്കിൽ ഇതൊക്കെ ക്വാളിഫയിങ് നേച്ചറാണ്, ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പിന്നെ മെറിറ്റ് എന്തിൻ്റെ അടിസ്ഥാനമാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റാണെങ്കിൽ റിട്ടൺ ടെസ്റ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും അതായത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. എന്നാൽ ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളിലേക്ക് റിട്ടൺ ടെസ്റ്റും എക്സ്പീരിയൻസും വെക്കും. ചില പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് മാത്രം കണക്കിലാക്കി, റിട്ടൺ ടെസ്റ്റ് ഇല്ലാത്ത പോസ്റ്റ് ഉണ്ട് അതിലേക്ക് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും കണക്കാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കീമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 354 രൂപ നമ്മൾ ഫീ അടയ്ക്കണം കേട്ടോ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കണം. SC/ST ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കണം. EWS ആണെങ്കിലും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി ആയിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 സെപ്റ്റംബർ ആണ്, ക്ലോസ് ചെയ്യുന്നത് 1 ഒക്ടോബർ ആണ്. പിന്നെ എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് MDL വെബ്സൈറ്റിൽ തയ്യാറാക്കും, അത് 14 ഒക്ടോബറിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഇൻഎലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 20 ഒക്ടോബറിലായിരിക്കും നമുക്ക് എലിജിബിൾ, അല്ലെങ്കിൽ അതിന് നമുക്ക് അപ്പീലൊക്കെ കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത മീൻസ് നമുക്ക് നമ്മൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇവിടെ ഡേറ്റ് ഓഫ് അനൗൺസ്മെൻറ്റ്, ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് 31 ഒക്ടോബറിൽ അതിൻ്റെ ഡേറ്റ്, അതായത് എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്നാണ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റാണ് കേട്ടോ. എക്സാം ഡേറ്റ് അല്ല പറയുന്നത്, അത് അനൗൺസ് ചെയ്യുന്ന ഡേറ്റാണ് പറയുന്നത് കേട്ടോ. ഇനി സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിലബസ് നിങ്ങൾക്ക് കാണാം, ഓരോ പോസ്റ്റിൻ്റെ നേരെയും ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻ എല്ലാ പോസ്റ്റിനും ഉണ്ടാവും. പിന്നെ അതിൻ്റെ സിലബസ് എവിടെ നിന്നൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ
നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് വരിക അതിൻ്റെ ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന എല്ലാ ട്രേഡിനും എല്ലാ ഗ്രൂപ്പിനും ഉണ്ടാവും. ഈ ടെസ്റ്റ് ഈ ആദ്യത്തെ രണ്ടെണ്ണം പിന്നെ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗ്രൂപ്പ് എയിൽ വന്നിരിക്കുന്നത്. ചില പോസ്റ്റൊക്കെ ഗ്രൂപ്പ് എ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് എയിലുള്ള സിലബസ് അവർ നോക്കിയാൽ മതി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ നിങ്ങളുടെ ചോയ്സാണ്. ചോയ്സ് പറഞ്ഞാൽ നമ്മൾ ഏതിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ട്രേഡുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ ട്രേഡിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അതിൻ്റെ ഏരിയാസ് കവർ ചെയ്യുന്ന ഏരിയാസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് ഇതിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ GOC എജുലാൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിലേക്കാണ് വരും കേട്ടോ. ഓക്കെ, ആദ്യം നമ്മുടെ സൈറ്റാണ് കാണിക്കുക. അപ്പോൾ GOC എജുലാൻഡ് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് ലിങ്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ ലിങ്ക് മസഗോൺ ഡോക്ഷിബിൽഡേഴ്സ് അത് ചിലപ്പോൾ അടിയിലേക്ക് പോകും. നമ്മൾ വീഡിയോ ചെയ്യുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണെങ്കിലാണ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിങ്ക് കിട്ടും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരിക. നമ്മുടെ വെബ്സൈറ്റാണ് GOC എജുലാൻഡ്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരിക. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ലിങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാണിക്കാം. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ നിങ്ങൾക്കിവിടെ കാണാം മസഗോൺ ഡോക്ഷിബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയ ആ ഒരു പേജിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പേജിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ താഴെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ മതി. വാട്സപ്പിലൂടെ ഡൗട്ടുകളൊന്നും ക്ലിയർ ചെയ്യുന്നതല്ല. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റിൽ നിങ്ങൾ പറയുക കേട്ടോ. നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ ചെയ്യില്ല. കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.